എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണസദ്യ സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇഞ്ചിക്കറി അഥവാ പുളിയിഞ്ചി എന്ന് പറയുന്നത്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കാണിക്കുന്നത് മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അധികം പുളിയും അധികം മധുരവും കാണില്ല. എല്ലാം ഒരേ രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് ഇഞ്ചിക്കറിക്കുള്ളത്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിക്കറി നമുക്ക് പല രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം ഇഞ്ചി നന്നായിട്ട് വറുത്തതിന് ശേഷം അത് പൊടിച്ചിട്ട് ചെയ്യും ചിലർ ഇഞ്ചി പൊടിക്കില്ല, അതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നമ്മുടെ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ കടുക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറി നിങ്ങൾ കടുക് അവസാനം താളിച്ചു വിടാം, ആദ്യം ഇതുപോലെ ചെയ്യാനും പറ്റും. ഇതിലേക്കൊരു 3 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണിത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി ഒരുപാട് ക്രാണം ഉള്ളതാണെങ്കിൽ അത് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 10-12 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നല്ല ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും ഉള്ളിയും ഒരേ സൈസിൽ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇതിപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് പുളി ഒഴിക്കാറില്ല ആ സൈഡിലോട്ടൊക്കെ, അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ കൂടുതൽ പുളി ഇട്ട് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പുളിയെടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. 1 നുള്ളും കുറച്ചുകൂടി കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറിയുടെ റെസിപ്പി എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. കൂടുതൽ ഓണവിഭവങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ അടുത്ത ഓണവിഭവമായിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.